ഗൈസ് വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്റ്റുഡിയോ ടേബിൾ എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുക. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോക്ക് വേണ്ടി നമ്മളൊരു അടിപൊളി സ്റ്റുഡിയോ ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. കംപ്ലീറ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ മുന്നിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ആദ്യം പുറമേ നിന്ന് മേടിക്കാനാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച്. കാരണം അതിന്റെ ഡിസൈനൊക്കെ കംപ്ലീറ്റ് മുന്നിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ മേക്കിംഗ് വർക്കിംഗ് അതുപോലെ തന്നെ അടുത്ത കട്ടിങ് മേക്കിംഗ് ഒക്കെ അടുത്ത വീഡിയോ അതാണ് നിങ്ങൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഷീറ്റ് എന്ന് പറയുന്നത് പ്ലൈവുഡിന്റെ 3/6 ഷീറ്റ് വരും. 12 mm അതിന്റെ തിക്നെസ് വരുന്നത്. അപ്പൊ അതേപോലെ 2 ഷീറ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ 2 ഷീറ്റ് കൊണ്ട് ഒരു കിടിലം എന്താ പറയാ ഒരു സ്റ്റുഡിയോ ടേബിൾ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് കടക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞ ഷീറ്റ് ഇതാണ്. പിന്നെ അപ്പൊ നമ്മൾ ഈ മെഷീൻ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്താക്കാം, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഏകദേശം ഈമ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മോഡല് കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് നമുക്ക് സ്ക്രൂവോ ഇല്ലെങ്കിൽ ആണിയോ വെച്ചിട്ട് അതെല്ലാം കൂടി ഫുൾ സെറ്റ് ഒക്കെ വേണ്ടത്. അതോടൊപ്പം ഇതാ ഇവിടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വേറൊരു വീഡിയോൻ്റെ. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടായിരുന്നു ഓൾറെഡി എനിക്കൊരു 3 വർഷം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയുക അതിൻ്റെ ഇടയിൽ പിന്നെ കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസ് ഒന്നും ഇടലില്ല അങ്ങനെ. പിന്നെ മാത്രമല്ല ഞാൻ ജസ്റ്റ് അന്ന് തുടങ്ങിയിട്ടിട്ടുള്ളൂ, കുറച്ച് വീഡിയോസ് കിട്ടിന് വലിയ റീച്ചും കാര്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വിചാരിച്ച് എനിക്കിപ്പോൾ ഇതേപോലത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഫീൽഡിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടാണുള്ളത് ഞാനും മുനിയറൊക്കെ. പാർട്ട് ടൈം ആയിട്ട് വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പണി അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറിയൊരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ തന്നെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈമും ഏകദേശം 2 മണീൻ്റെ അടുത്തായിട്ട് ടൈമായി. അപ്പോൾ എന്തായാലും നമ്മളിനി പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ മുനിയർ പറഞ്ഞ ചോറ് വേണ്ടെന്നാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു ലൈമും പിന്നെ സ്നാക്സും പാൽ കേക്ക് ഇതെല്ലാവർക്കും അറിയുമെന്നറിയാം. നമ്മളെ കണ്ണൂരൊന്നും അങ്ങനെ കാണില്ല, പക്ഷേ മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും ഈ പാൽ കേക്കും പിന്നെ നെയ്വടയും സ്പെഷ്യൽ പോലത്തെ എല്ലാ ഷോപ്പിലും എപ്പോൾ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. നമുക്ക് മാർക്കറ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ടീ ബ്രേക്ക് പോലെ ഇങ്ങോട്ട് വല്ലേ. ടീ ബ്രേക്ക് ഉള്ള കഴിക്കും. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. പിന്നെ എല്ലാപ്പോഴും ചോറ് ഇതൊക്കെ തിന്നതുകൊണ്ട് മുനീർ പറഞ്ഞു നമുക്ക് ഇത് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത് തിന്നു കഴിഞ്ഞാൽ അപ്പം മുന്നേറെ ഉള്ളിയോടെ പറഞ്ഞ് ആ ഒരു പരിപ്പട നല്ല ചൂട്. അപ്പോൾ എന്തായാലും ഇതേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ നിർത്താൻ പോവാം. ഇനിയിപ്പം നെക്സ്റ്റ് റൂമിൽ പോയിട്ട് കാണാം. ഓക്കെ, പണി തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബിരുദനയുടെ മുട്ടായിയെല്ലാം തിന്നുന്നുണ്ട്. ഇവിടെ മേടിച്ച മുട്ടായി കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മൾ ഈ മുട്ടായി കൂടി തിന്നിട്ട് നമ്മളെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. എന്നാ ശരി, വേറെ ഒന്നുമില്ല എനിക്ക് പറയാനേ. കേസ് അങ്ങനെ നമ്മൾ എന്താ പറയുക ചായ എല്ലാം കുടിച്ച് വന്ന് ഇപ്പോൾ എഡിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഡെസ്കിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പോയി നോക്കി നോക്കാം എന്തൊക്കെയാണ്. ഇതാണ് എന്താ അതിൻ്റെ മുൾഭാഗം വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതാ മുനീർ ഭായ് പണി കാര്യം കിട്ടുന്നുണ്ട്. തലയിൽ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടാണുള്ളത്, പൊടിവാറാണ്ട് കണ്ടിട്ട്. പിന്നെ ഇതൊരു കാലാണ്. പിന്നെ ഇതാ വേറൊരു കാലം കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു തീമിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു മോഡേണോ പിന്നെന്താ പറയാ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പണി അയക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ബാക്കി പണി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്താക്കുക എല്ലാം കൂടി ഒന്ന് ആണിയെല്ലാം അടിച്ചൊന്ന് ഉഷാറാക്കുക. മൂപ്പര് പെർഫെക്ഷനിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അത് എന്ത് പണിയാകുമ്പോൾ കുറേ ടൈം എടുത്ത് നമുക്കൊന്നും അധികം ക്ഷമിക്കാൻ പറ്റില്ല. പെട്ടെന്ന് വേഗം മുറിച്ചതാക്കി വേഗം നമ്മൾക്ക് എല്ലാം റെഡിയാക്കും. പക്ഷെ മൂപ്പര് കറക്റ്റ് ഇതെന്നെ ഇവിടെ ഇപ്പൊ കട്ട് ചെയ്തതിന് ശേഷം എന്താക്കി മൂപ്പര് ആദ്യം ഒരു പ്രാവശ്യം വരച്ച് ഒരു പേപ്പർ ഇട്ടിട്ട് പിന്നെ വരച്ച് പിന്നെ ആദ്യം ഹാർഡുള്ള ഒരു പേപ്പർ കൊണ്ട് വരച്ച് പിന്നെ സ്മൂത്ത് ഒരു പേപ്പർ കൊണ്ട് വരച്ച്. അപ്പൊ എല്ലാം കറക്റ്റ് കിട്ടണം. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുന്നതെല്ലാം കാണാം. ഓക്കെ, അതൊന്നും വേണമെന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും ടേബിളിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ വീഡിയോയിൽ താടി മീശ ഉണ്ടായിട്ടില്ല. ഇപ്പം താടി മീശ എവിടെ പോയതല്ല, ചെറിയൊരു അമ്മളി പറ്റിയതാണ്. മുനീറിനെ കൊണ്ട് ഒന്ന് ഷെയ്പ്പാക്കിയ സമയത്ത് മൊത്തം ക്ലീൻ ഷേവ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇവിടെ ചെറിയ മുറിയെല്ലാം ഉണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഫൺ വീഡിയോ നമ്മൾ ചെയ്താണ്. ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ജസ്റ്റ് എന്താക്കാം ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടൊക്കെ കോമഡിയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ വർക്കിൻ്റെ ഇടയിലാണ് ഈ പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസമായി ഏകദേശം പണി. ഇവിടെ ഓൾറെഡി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം ഒരു ടേബിളിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്.
ഇതാണ് മുനീർ ഭായ് എന്തായി പണി കഴിയാനേ ഫിനിഷിംഗ് വർക്കിലെത്തി Finishing work ആയി. കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് പ്ലൈവുഡിന്റെ മുകളിൽ പൊട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഇത് വണ്ടിയുടെ ബോഡി പൊട്ടി മെറ്റൽ പൊട്ടിയാണ് നമ്മൾ ഇനി യൂസ് ചെയ്തത് ബോഡി ഫില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ഉണ്ടാവും ആ സാധനം ആകുമ്പോൾ മൂപ്പര് പിന്നെ വീട്ടിലെല്ലാം പോലെ വരയ്ക്കാണ് ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എല്ലാം വരും ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ പണി എന്ന് പറയുന്നത് ജസ്റ്റ് പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറ കണ്ടിട്ട് നല്ല അടിപൊളി ടേബിൾ ആയിട്ടില്ലേ പ്ലൈവുഡാണ് ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പൊട്ടിയിടില്ലേ പൊട്ടിയിട്ട് കറക്റ്റ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ചെറിയൊരു പെയിന്റിങ് അതും കൂടി കളറിൽ പൊളിക്കും ഇത് ഒരുമാതിരി മണാണ് ഇത് മൊത്തം എടുക്കണ്ട ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്യും ഇത്ര മാത്രം എടുത്താൽ മതി ഇതന്നെ ഒരുപാട് സ്ഥലത്ത് ഇടാണ്ടോ നമുക്ക് ചെറിയ ഹോൾസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് ശേഷം അത് മുനീർ പറഞ്ഞ് ഇത്ര മാത്രം എടുത്താൽ മതി പിന്നെ ഇതെന്തോ ഒരു സാധനമാണ് ഇതിന്റെ മിക്സ് ചെയ്യുന്നത് എന്താണ് മുനീറ അതിന്റെ പേസ്റ്റ് ഒട്ടാനുള്ള പശയാണ് പിന്നെ അതിലും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താൽ പോരെ മൊത്തത്തിൽ ഒരുമിച്ച് മിക്സ് ചെയ്ത് മുട്ട കട്ടായി പോകും പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്തുമ്പോൾ അപ്പോഴത്തേക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ പറയുന്ന ആവശ്യമുള്ള മാത്രം എടുക്കുക മിക്സ് ചെയ്യുക ഓക്കെ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ എടുത്താൽ പെട്ടെന്ന് കട്ടായി പോകുമ്പോഴും നമുക്കിതൊന്നും അറിയില്ല എന്നിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്യാം അല്ലേ വേറെ പരിപാടിയൊന്നുമില്ല പേസ്റ്റ് നമ്മൾ കുറഞ്ഞു പോയാലും നമുക്ക് കട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും പേസ്റ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഹീറ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും ഒരു ചൂടുണ്ടാവും സ്ഥലത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യം ഇതാക്കുന്നത് ആ സൈഡിലാക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇത് കട്ടിയല്ല കേസ് ഇപ്പം തന്നെ കട്ടിയായി പെട്ടെന്ന് കട്ടിയാകുന്നുണ്ട് കൈമലായി എന്നാൽ ശരി ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഫുള്ള് വലിയ ലെങ്ത് കൂടിയാവും ജസ്റ്റ് പിന്നെ നമുക്കിത് മൊത്തത്തിലൊന്ന് ജോയിൻ്റ് ചെയ്തൊന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കി കാണാം കേസ് കൈമലായി ഭയങ്കര പൊള്ളുന്നു അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടേബിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ടേബിൾ അടിപൊളിയായിട്ടുണ്ട് കുറേ ദിവസം എടുത്ത് അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയിട്ട് ഡ്രസ്സ് ഇതൊക്കെ മാറുന്ന കൂടിയായിരിക്കും ആകെ കുറച്ച് മിനിറ്റ് വീഡിയോ ഉണ്ടാവും പക്ഷെ ആ വീഡിയോയിൽ കുറേ ഡ്രസ്സും മീഷോ അടിച്ചിട്ട് കാണുന്ന കൂടിയായിരിക്കും എന്താ കുറേ ടൈമും കാര്യങ്ങളും എടുക്കുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും ടൈമും കാര്യമൊക്കെ നമുക്ക് ഡ്യൂറേഷൻ വന്നത് ഓക്കെ അപ്പോൾ ടേബിൾ ഇതാ ഓവർലുക്ക് ഇതാണ് അടിയിൽ നമ്മൾ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും ജസ്റ്റ് ഇവിടെ ഒരു പുട്ടി വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് അന്ന് കാണിച്ചു നിൽക്കില്ല അതായത് നമ്മൾ കാർമലൊക്കെ ചെയ്യുന്ന പുട്ടിയായിട്ട് അതാകുമ്പോൾ നല്ല ഹാർഡായിരിക്കും പിന്നെ അത്യാവശ്യം നല്ല ഗ്ലേസിങ് കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബേക്കത്ത് ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ റിഫ്ലക്ഷൻസ് കാര്യങ്ങളും കാണുന്നത് അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിട്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ സ്പോഞ്ചെല്ലാം വെച്ചിട്ട് ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ടൈപ്പ് ഡിസൈനിലായിട്ട് ഓക്കെ ഡിസൈനിലല്ല ജസ്റ്റ് നമ്മൾ വേസ്റ്റ് വന്ന കുറച്ച് പിന്നെ എന്താ പറയുക വുഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചതാണ് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഒരു ഹാർഡുള്ള സ്പോഞ്ചും പിന്നെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കാരണം കുറേ ഇരുന്ന് മടുക്കൂലേ അപ്പോൾ ഇതാ ടേബിൾ ഇതാണ് വരുന്നത് ഓവർലുക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചും കൂടി പണി എടുക്കണം സത്യം പറഞ്ഞാൽ നമ്മളത് എടുക്കുന്നില്ല കാരണം ഇത്രമാത്രം ചെയ്യുന്നില്ല ഇതന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം കാര്യങ്ങളൊക്കെ എടുത്ത് ഓക്കെ അപ്പോൾ അത്രത്തോളാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വ്യത്യസ്തമായിട്ട് അടിപൊളി വീഡിയോസ് കണ്ടന്റൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ മിസ്റ്റർ മാസ്റ്റർ വ്ളോഗ് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്നുള്ളൊരു ചാനൽ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് കുറച്ച് ഫൺ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ്റ്റർ മാസ്റ്റർ വ്ളോഗ് അപ്പോൾ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ.